എന്താ നീ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നത്? അമീർ ദേഷ്യത്തിൽ ചോദിച്ചു. അതിന് നിനക്കെന്താ? നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്കൂടി തോന്നണ്ടേ? റോസ് പറഞ്ഞു. നീയേ കൂടുതൽ വാചടിക്കണ്ട. ഞാൻ ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് വിളിച്ചത്, അല്ലാതെ നിന്നോട് കൂടുതൽ സംസാരിക്കാനും കൊഞ്ചാനുമല്ല. അമീർ ഒരു പൊതി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നിനക്ക് കൊഞ്ചം കുറേ തൊലിവെളുത്ത പെണ്ണുങ്ങൾ വേറെ ഉണ്ടല്ലോ. തട്ടമിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. സിനിമാ നടിയാണെന്ന വിചാരം. ദേഷ്യത്തിൽ അവൾ പറഞ്ഞതും അച്ഛൻ അവളെ പിടിച്ചുകൊണ്ട് പോവാൻ നോക്കി. അപ്പോഴേക്കും അവൻ ഒരു കയ്യിൽ പിടിച്ചു നിർത്തി. നീ പറയുന്നത് ഒന്നുമേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ നിന്നെ ചെയ്തത്? കുറച്ച് ദിവസമായി നീ എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള പ്രശ്നം സോൾവ് അല്ലേ? അമീർ ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം? നിന്നെപ്പോലെയുള്ള സ്കൂൾ പിള്ളേരോട് വഴക്കിടാൻ സമയമില്ല. ദേഷ്യത്തിൽ പറഞ്ഞു പോകാൻ നിന്ന അവളെ അവൻ നിർബന്ധത്തിൽ പിടിച്ചു നിർത്തി. അശ്വതി ചേച്ചി ഒന്ന് പോകുമോ? എനിക്ക് റോസിനോടൊന്ന് സംസാരിക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അമീർ പറഞ്ഞതും താല്പര്യമില്ലാതെ കൂടെ അശ്വതി അവളെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. റോസ് മുഖം വീർപ്പിച്ചു തന്നെ നിൽക്കുകയാണ്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ വീടിൻ്റെ പിന്നിലുള്ള ബാത്റൂമിൻ്റെ പിറകിലായി നിന്നു. അവിടെ നിന്നാൽ ആദ്യം ആരും കാണില്ല. വന്നവരെല്ലാം ഫുഡും കഴിച്ച് വെള്ളമടി തുടങ്ങി. അവൻ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവളെ നോക്കി. എന്തിനാ ഇത്ര ആറ്റിറ്റ്യൂഡ് ഇടുന്നത്? ഞാനെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? നിനക്ക് ലവ് തോന്നി, നീ അത് എന്നോട് പറഞ്ഞു. നീയൊന്നും ചിന്തിക്കാതെ പറഞ്ഞതാണെന്നും നിനക്ക് എന്നെപ്പറ്റി അറിയില്ല എന്നും എനിക്കറിയാം. അത് നമ്മൾ രണ്ടുപേരുടെയും ഭാവി ബാധിക്കാതെ ഞാൻ തന്നെ അത് സോൾവ് ചെയ്തില്ലേ? ഞാൻ ഇവിടെ അധിക നാൾ ഉണ്ടാവില്ല റോസ്. ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ പോകും. വെറുതെ പിണങ്ങുന്നത് എന്തിനാ? നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ ഉമ്മാക്കും നല്ല ഓർമ്മകളാണ്. എന്നേക്കാൾ 3 വയസ്സിന് മൂത്ത നിന്നെ ഞാൻ ഉപദേശിക്കേണ്ട അവസ്ഥ ആക്കി നീ. അവസാന വാചകം പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു. പക്ഷേ റോസ് അവൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞ വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്താ ഉണ്ടപ്പക്രു, ഓക്കെ അല്ലേ? അവൻ അവളുടെ കവിളി പിടിച്ചുകൊണ്ട് ചോദിച്ചു. കൈയെടുക്ക്, കഴിഞ്ഞു നിന്റെ പ്രസംഗം. ശരിയാണ്, എനിക്കൊരു അട്രാക്ഷൻ തോന്നി. അത് നീ ഒരു വലിയ മനുഷ്യനാണ് എന്ന് കരുതിയ. നീ ഇപ്പോഴും ഉമ്മാൻ്റെ കൈയും പിടിച്ച് ഉള്ളാൻ പോകുന്ന കുഞ്ഞുവാവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ നിന്റെ പക്വത കൊണ്ടൊന്നുമല്ല. ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടാ. എനിക്കുണ്ട് ബുദ്ധിയും ബോധവും. റോസ് ദേഷ്യത്തിൽ പറഞ്ഞതും അവൻ അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. എന്നെ കാണുമ്പോഴാണോ നിനക്ക് കുഞ്ഞുവാവ എന്ന് തോന്നിയത്? പറ റോസ്. അവൻ പതുക്കെ അവളുടെ ചെവിയിലായി മുഖം അടുപ്പിച്ച് ചോദിച്ചതും അവൾ വിറച്ചുപോയി. ചെറുക്കൻ്റെ ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൽ തൻ്റെ ഉള്ള ധൈര്യം കൂടി ചോർന്നു പോകും. ഞാനും നല്ല അസൽ ആണ് തന്നെയാ. പ്രായം 19 ആണെങ്കിലും എൻ്റെ ആരോഗ്യത്തിനും കരുത്തിനും ഒരു കുറവില്ല. കേട്ടോടി ഉണ്ടപ്പക്രു. അവൻ ഒന്നുകൂടി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞതും അവൾ വേഗം തലയാട്ടി. അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു. അവൻ്റെ കാപ്പിക്കണ്ണിൽ എവിടെയോ ഒരിറ്റ് സ്നേഹമുണ്ടോ എന്ന് അവൾക്ക് തോന്നി. അതിൽ രഹസ്യങ്ങൾ മാത്രമാണ്. അവൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് അവന് മാത്രം അറിയാം. അവൻ്റെ ഉയർന്ന മൂക്ക് അവളുടെ മൂക്കിനെ തട്ടുന്നുണ്ട്. തനിക്ക് ഉയരം കുറഞ്ഞുകൊണ്ട് നന്നായി ആൾ കുനിഞ്ഞു നിന്നുകൊണ്ടാണ് തന്നോട് സംസാരിക്കുന്നത്. അവൻ്റെ തൊണ്ടയിലുള്ള മുഴയും അതിൻ്റെ ചലനവുമെല്ലാം അവൾ കൊതിയോടെ നോക്കി. നന്നായി പഠിച്ച് നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. നല്ലൊരു ജോലി വാങ്ങിക്കുക ആദ്യം. അവൻ പറഞ്ഞത് അവൾ അവനെ നോക്കി. എന്നിട്ട് അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു. എന്നിട്ട് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കിട്ടിയാൽ കല്യാണം കഴിച്ചോ? അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ വിട്ട് പോകാൻ നിന്നതും അവൾ അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു. ആ വലിയിൽ അവൻ ശക്തമായി അവളുടെ മേനിയിൽ അമർന്നു. ഒരു വേള അമീർ ഒന്ന് ഞെട്ടിപ്പോയി. അപ്പോഴും എനിക്ക് നിന്നെയാണ് ഇഷ്ടമെങ്കിലോ? അവൾ ചോദിച്ചു. നീ എന്താ പറയുന്നേ? ഞാൻ സെറ്റിലായി വരുമ്പോഴേക്കും നിനക്ക് 2 പിള്ളേരായി കാണും. കളിക്കാതെ എന്നെ വിട്ടേ. അവൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞതും അവൾ അവനെക്കുറിച്ച് മുറുക്കെ പിടിച്ചു. ഇല്ല, ഞാൻ കാത്തിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടാവുമെങ്കിൽ അത് അമീർ മാത്രമായിരിക്കും. ഇല്ലെങ്കിൽ വിവാഹം തന്നെ വേണ്ട വയ്ക്കും ഞാൻ. പറ, ഈ പ്രായവും അതും അല്ലാതെ വേറെ എന്താ എനിക്കൊരു കുറവ്? റോസ് പ്രതീക്ഷയോടെ ചോദിച്ചു. കുറവൊന്നുമില്ല, എല്ലാം കുറച്ച് കൂടുതലാണ്. അവളെ ഒരു വഷളം നോട്ടം നോക്കി. പറഞ്ഞവനെ അവൾ ഒന്നും മനസ്സിലാവാതെ നോക്കി. റോസമ്മേ, നിന്നോട് എനിക്ക് ഇതുവരെ ദേഷ്യം തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പെൺകുട്ടിയോട് ഞാൻ ഇത്ര അടുപ്പത്തിൽ പെരുമാറിയിട്ടില്ല. എന്നെ ആദ്യമായി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ പെണ്ണ് നീയാ. പക്ഷെ ഒരു പ്രണയം അതൊന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ അവസ്ഥ അതാണ്. ലക്ഷ്യമുണ്ട് എനിക്ക്, അത് നേടണം. പിന്നെ വിവാഹം അതുണ്ടാവും തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഉമ്മാക്ക് ഇഷ്ടമുള്ള പെണ്ണായിരിക്കും. അത് മതി, അത്ര മതി. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട. അവളുടെ പിടിവിടാൻ ശ്രമിച്ചതും അവൾ ഒന്നുകൂടി മുറുക്കി. ഇപ്രാവശ്യം അവൾ കരയാൻ തുടങ്ങി. അവൻ്റെ മുഖവും ഗൗരവത്തിലായി. ഇങ്ങനെ കിടന്നു മൂങ്ങാൻ നിന്റെ വാപ്പ ചത്തോ? ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. എൻ്റെ പപ്പ പാവ, അങ്ങേരെ ഒന്നും പറയണ്ട. അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. പറയുന്നില്ല, നീ എന്നെ ഇപ്പോൾ വിട്, അമീർ പറഞ്ഞു കുറച്ചു ദേഷ്യത്തിൽ.
അമീർ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിന്റെ കണ്ണിൽ എവിടെയോ എന്നോടൊരു സ്നേഹമുള്ളത് പോലെ. നീ എന്നേക്കാൾ ചെറുതാണ്. ഒരുപക്ഷെ നിനക്ക് പേടിയാവും. അതായിരിക്കും നീ പറയാൻ മടിക്കുന്നത്. ഇഷ്ടമല്ലേ നിനക്കെന്നെ? റോസ് അങ്ങനെ വെട്ടിത്തുറന്ന് ചോദിച്ചതും അവനൊന്ന് പതറി. റോസ് തൻ്റെ ഉള്ളിലുണ്ടോ? അവൻ ആലോചിച്ചു. തന്നെക്കാൾ മൂത്ത പെണ്ണിനെ സഹോദരിയായി കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവളുടെ കൊഞ്ചലും കുറുമ്പുകളെല്ലാം നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് എപ്പോഴും അവളുടെ ശരീരത്തിലും തൻ്റെ കണ്ണുകൾ പതിഞ്ഞിട്ടുണ്ട്. അവൻ ഓർത്തു. പറ പ്ലീസ്, മിണ്ടാതെ ഇരിക്കല്ലേ. അവളുടെ മുഖം അവനോട് അടുപ്പിച്ചു തേങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ നിശ്വാസം പോലും അവളുടെ ചുണ്ടിൽ തട്ടുന്ന പോലെയായിരുന്നു. കരിമിഷി കലങ്ങിയ കണ്ണും അവളുടെ പിങ്ക് ലിബാമിട്ട് ചുണ്ടും അവൻ നോക്കി നിന്നുപോയി. ശരീരത്തിൽ വരുന്ന മാറ്റം മനസ്സിലായിട്ടും എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ നിന്നുപോയി ആ കൗമാരക്കാരൻ. എന്നോടൊരു ഇത്തിരി പോലും, അവൾ പറഞ്ഞു തീരുന്ന മുമ്പ് അവളുടെ പിങ്കിഷ് ചുണ്ടുകളെ അവൻ നുണഞ്ഞു. അവളുടെ കണ്ണുകൾ മീഞ്ഞു. നിമിഷ നേരം കൊണ്ട് അവളെ ഒറ്റ കൈകൊണ്ട് തന്നെ അവൻ പൊക്കിക്കൊണ്ട് അവളുടെ അതരങ്ങളെ ചുംബിച്ചു. അവളും തിരിച്ചു ചുംബിച്ചു. അവൻ്റെ കട്ടിയുള്ള മുടിയഴകളെ അവൾ പിടിച്ചു വലിച്ചു. ശ്വാസം നഷ്ടപ്പെടുമെന്ന് തോന്നിയതും അവൾ വെപ്രാളപ്പെട്ടു. അവൻ അവളെ താഴെ നിർത്തി അവളുടെ നെറ്റിമേൽ നെറ്റിമുട്ടിച്ചു. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുക? എനിക്ക് നിന്നെ ഇഷ്ടാടി, അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞതും റോസേ എന്ന ഉറക്കെയുള്ള വിളി കേട്ടതും അവൾ അവനെ തള്ളിപ്പോകാൻ നിന്നതും അവൻ അവളെ പിടിച്ചു നിർത്തി. അവളുടെ ചുണ്ടിൽ ഉമിനീരെല്ലാം തുടച്ചു. അവൾ പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്ത പോലെയാണ് ഇരിക്കുന്നത്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന പെണ്ണ്. റോസേ, ഇപ്പൊ പോയിക്കോ. പിന്നെ ഇവിടെ നടന്നതൊന്നും ആരോടും പറയണ്ട. നിന്റെ വാലിനോടും കേട്ടോ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ പേടിച്ചുകൊണ്ട് തലയാട്ടി. അവൻ അവളെ നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു. ഡാ, നീ സിഗരറ്റ് വലിക്കൂ? അവൾ ഞെട്ടലോടെ ചോദിച്ചു. പിന്നെ ഞാൻ അത്ര നല്ലവനാണെന്ന് നീ കരുതിയോ? മോളിപ്പോ നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം, അവൻ പറഞ്ഞു. റോസ് കിളികൾ ഓരോന്ന് പോയത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇപ്പോൾ താൻ കാണുന്ന അമീറും താൻ ഇഷ്ടപ്പെടുന്ന അമീറും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് എന്ന് തോന്നി. അന്നത്തെ ദിവസം അവൾ ഉറങ്ങിയിട്ടില്ല. അവനും കണ്ണടച്ചാൽ തന്നെ ഭിത്തിയെ ചേർത്ത് നിർത്തി ചുംബിച്ചവനെ ഓർത്ത് അവൾ ഞെട്ടി എഴുന്നേറ്റു. എന്താണത്? ഞാൻ ചെയ്തത് തെറ്റാണോ? അവൻ പ്രായപൂർത്തി പോലും ആയിട്ടില്ലല്ലോ. 19 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയാണ്. അതേ കുട്ടി, ഞാൻ പാപം ചെയ്തു. അവനോടുള്ള പ്രണയം മൂത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഞാൻ, അവൾ നിലവിളിച്ചു. വെറുതെ ജനൽ തുറന്നു നോക്കി. അവിടെ എപ്പോഴും ഒരു വെട്ടമുണ്ട്. എൻ്റെ ഉറക്കം കളഞ്ഞ് പഠിക്കുകയാണ് കള്ളത്തെമ്മാടി. അവൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് കട്ടിലിരുന്നു. നാളെ നേരം വെളുക്കട്ടെ, അവനോട് സംസാരിക്കണം. റോസ് കട്ടിൽ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. പുസ്തകം തുറന്നുകൊണ്ട് സ്വപ്നം കണ്ടിരിക്കുകയാണ് അമീർ. മനസ്സിൽ മുഴുവൻ ആ അച്ചായത്തി പെണ്ണാണ്. എന്തിനായിരുന്നു വെറുതെ കയറി? ഛേ, അവൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി ഒരു സിഗരറ്റ് കൂടി എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ഇവളെത്ര നേരത്തെ കിടന്നു? എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? എൻ്റെ ഉറക്കമല്ലേ പോയത്? അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ഒരു പഫ് കൂടി വലിച്ചു വിട്ടു. ഇഷ്ടമാണോ ആ പെണ്ണിനെ? ആണ്. അല്ല എന്ന് പറഞ്ഞാൽ കള്ളമാവും. എപ്പോഴാണ് തുടങ്ങിയത് അറിയില്ല. പക്ഷെ തന്നെ ആരാധനയെന്ന് നോക്കുന്ന അവളെ കണ്ടപ്പോൾ ശരിക്കും താനും അവളെ ശ്രദ്ധിച്ചു. ഉണ്ടപ്പക്രു എന്ന് വിളിച്ചു കളിയാക്കിയെങ്കിലും ഞാൻ കണ്ട പെൺകുട്ടികളിൽ നിന്നും എന്തോ ഒരു ഭംഗിയുണ്ട് അവൾക്ക്. യാതൊരു ഒരുക്കമില്ലാത്ത ഇരുനിറത്തിലുള്ള മുഖം, ഇടയ്ക്ക് പൗഡർ ഇടുന്നത് വൃത്തിക്കല്ലാത്തതുകൊണ്ട് കവിളിൽ രാവിലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഷേപ്പ് ചെയ്യാത്ത പുരുകവും അതിൻ്റെ താഴെയുള്ള വട്ടക്കണ്ണട, ഉണ്ടക്കവിൾ വീർപ്പിച്ച് പിണങ്ങി നിൽക്കുന്ന കാണാൻ തന്നെ ഭംഗിയാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് കാണാനും. ഉമ്മ എന്തുണ്ടാക്കി കൊടുത്താലും കൊതിയോടെ വിരലടക്കം നുണഞ്ഞു തിന്നും. എന്നിട്ട് ഞാൻ തടിച്ചിട്ടാണോ ഉമ്മ എന്നൊരു ചോദ്യം അമീർ ഓർത്തുകൊണ്ട് ചിരിച്ചുപോയി. കൊതിച്ച്, അവൻ പതുക്കെ പറഞ്ഞു. ഒന്നുകൂടി അവളുടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ തിരിച്ചു മുറിയിലേക്ക് കയറിയത്. രാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ മനസ്സിൽ മുഴുവൻ അമീറാണ്. വൈകുന്നേരം നേരത്തെ വരണം. അവനെ നേരിട്ട് കാണണം. എന്താ ചെയ്തത് ചോദിക്കണം. റോസ് പിറുപിറുത്തു നടന്നതും മുന്നിലായി ഒരു ബൈക്ക് വന്ന് നിന്നു. കേറ്, അവൻ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ മുന്നിലോട്ട് നടന്നു. അവൻ വണ്ടി നിർത്തി അവളുടെ പിന്നാലെ നടന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. നിമിഷനേരം കൊണ്ട് അവൾ കുടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. മുഴുവനും പരിഭവത്തിൽ നോക്കി നിൽക്കുന്ന പെണ്ണ്. നിന്റെ ഉള്ളിലിപ്പോൾ എന്താ അറിയാം എനിക്ക്? ഐ വിൽ ഗീവ് എക്സ്പ്ലനേഷൻ. നീ ക്ലാസ്സിൽ പോയിരുന്നാലും നീയെന്നൊന്നും പഠിക്കില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ഇരുന്ന് സംസാരിക്കാം. അവൻ കുറച്ച് മയത്തി പറഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചു. അവൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് നീങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറി. അവൾ പതിയെ അവനെ തൊടാതെ ബാഗ് നടുവിലായി വെച്ചുകൊണ്ട് ഇരുന്നു. കുറച്ചു നേരം വണ്ടി ഓടിയതും അവൻ അടുത്തുള്ള ഒരു ജൂബിലി പാർക്കിലായി വണ്ടി നിർത്തി. അവളെ നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങി. വാ പോകാം. അവൾ പേടിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ നടന്നു. അവിടെ അങ്ങും ഇങ്ങുമായി കുറച്ച് കപ്പിൾസ് ഉണ്ട് എന്നല്ലാതെ ഈ പകൽ നേരത്ത് ആരുമില്ല. അവിടെ കണ്ട ഒരു വലിയ ബുഷ് ചെടിയുടെ ബാക്ക് ബെഞ്ചിലുള്ള സിമെൻറ്റ് ബെഞ്ചിൽ അവനിരുന്നു. ഒപ്പം അവളും.
രണ്ടുപേരും കുറച്ചുനേരം മൗനത്തിലായിരുന്നു. ഇന്നലെ നീ ഉറങ്ങിയോ? അവൻ ചോദിച്ചു. അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവൻ്റെ കണ്ണുമായി കോർത്തു. എന്നെ കണ്ടപ്പോൾ ചീത്തപ്പെണ്ണാണ് തോന്നിയോ? നിനക്ക് തമാശ കളിക്കാൻ ഉള്ളതാണ് തോന്നിയോ? ആരോട് ചോദിച്ചിട്ടാ ഉമ്മ വെച്ചതന്നെ? അതും എന്നെ വേദനിപ്പിച്ചിട്ട് അവൾ ചുണ്ടി തൊട്ടുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ കുസൃതിയോടെ നോക്കിക്കൊണ്ട് മുഖമടുപ്പിച്ചു. എന്നാൽ വേദനിപ്പിക്കാതെ തരാം ഒന്നുകൂടി, അമീർ പറഞ്ഞതും അവളുടെ രണ്ടു കണ്ണും മിഴിഞ്ഞുപോയി. അവൾ പേടിച്ചുകൊണ്ട് വാപൊത്തി. എൻ്റെ റോസേ, നീ കരുതുന്ന പോലെ ഒരു വൃത്തികെട്ടവനൊന്നും അല്ല ഞാൻ. നിന്നെ ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചങ്കുറപ്പ് എനിക്കുണ്ട്. കേട്ടോടി, അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ അവനെ വീണ്ടും കൗതുകത്തിൽ തന്നെ നോക്കി നിന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, അവൾ പറഞ്ഞു. എങ്കിൽ കാത് തുറന്നു കേട്ടോ. ഈ കോട്ടയംകാരി അച്ചായത്തി പെണ്ണിനെ എനിക്കിഷ്ടമാണെന്ന്. ഉണ്ടപ്പക്രുവിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ എനിക്കിഷ്ടമാണെന്ന്. മനസ്സിലായോ? അവൻ ചെറിയ കുസൃതി ചെവി പറഞ്ഞപ്പോൾ അവൾ അവനെ ഞെട്ടലോടെ നോക്കി. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടി പോകുമോ എന്ന് തോന്നി. സ്വപ്നമാണോ? അവൾ ഒന്നുകൂടി ഉറപ്പിക്കാനായി ചോദിച്ചു. അവളുടെ കിളിപോയ പോലെയുള്ള ഇരിപ്പ് കണ്ട് ചെക്കൻ അവളുടെ ഉണ്ടക്കവളിൽ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ഒരു കടി കൊടുത്തു. വേദന കൊണ്ട് അവൾ പെട്ടെന്നൊന്ന് ഇരുന്നു ചാടി. ആ ചാട്ടം കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. പക്ഷെ അവളുടെ മനസ്സിൽ പ്രായം ഒരു വില്ലനെ പോലെ ഓർമ്മിപ്പിച്ചു. പാപം പോലെ അവളുടെ ഉള്ളിൽ ആരോ പറഞ്ഞു. അവളുടെ മാറിയ മുഖഭാവം കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്താ? അവൻ ചോദിച്ചു. വേണ്ട അമീർ, ഇത് ശരിയാവില്ല, നമുക്ക് മറക്കാം, അവൾ പറഞ്ഞു. അവൻ്റെ മുഖം പെട്ടെന്ന് മാറി. കാരണം? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. കാരണം ഒരുപാടുണ്ട്. നീ വേറെ ജാതി മതവുമാണ്. പിന്നെ ഒരുപാട് ദൂരം മലപ്പുറത്താണ്. ഞാൻ നിന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാണ്. അവൾ കണ്ണട ഒന്നുകൂടി മൂക്കിൽ ഉറപ്പിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. ഇതൊക്കെ നിനക്ക് ആദ്യം അറിയില്ലായിരുന്നു? അവൻ ദേഷ്യം കടിച്ചു പിടിച്ച് ചോദിച്ചു. പ്രണയം തോന്നിപ്പോയി അമ്മി. അപ്പോൾ നീ വേറെ മതമാണോ, ഒരുപാട് ദൂരെയാണോ എന്നൊന്നും ചിന്തിച്ചില്ല? മമ്മി എന്തായാലും സമ്മതിക്കില്ല. പക്ഷെ പപ്പ സമ്മതിക്കും. മമ്മിയെ കൊണ്ട് സമ്മതിപ്പിക്കും. പക്ഷെ പ്രായത്തിന് ഇളയ നിന്നെ ഞാൻ പ്രേമിച്ചു പറഞ്ഞാൽ അത് വേറെ രീതിയിൽ പറയും. എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബാക്കി മുഴുവനായി പറയാൻ കഴിയാതെ അവൾ അവനെ പേടിയോടെ നോക്കി. എന്നെ തേച്ചൊട്ടിച്ച് വല്ല അച്ചായനെ കെട്ടി അവൻ്റെ കുഞ്ഞുങ്ങളെയും പെറ്റുകൂട്ടി വല്ല ലണ്ടനിലും ദുബായിലും ഒക്കെ സെറ്റിലായി ആവാനാണോ ഉന്നേസ് മാഡത്തിൻ്റെ പ്ലാൻ? അമീർ ചോദിച്ചു. ഏയ്, ഞാൻ അങ്ങനെയൊന്നും. അവൾ പറഞ്ഞു തീരുന്ന മുമ്പ് അവൻ കൈകൊണ്ട് മതിയെന്ന് ആംഗ്യം കാണിച്ചു. നീ ആരെയും കെട്ടാൻ പോണില്ല. നീ എന്നെ കെട്ടി എൻ്റെ കൂടെ ജീവിക്കും. അതും എൻ്റെ നാട്ടിൽ. ഇതെൻ്റെ വാശിയാണെന്ന് കൂട്ടിക്കോ. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും റോസ്. എൻ്റെ കരിയറാണ് ഞാനിപ്പോൾ വാശി നേടാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നീയാണ്. നോക്കിക്കോ, നിന്നെ ഞാൻ തന്നെ കെട്ടും, ആമീർ പറഞ്ഞതും റോസ് പേടിയോടെ അവനെ നോക്കി. ഇന്നലെ എന്നെ കയറി ഉമ്മ വയ്ക്കുമ്പോൾ കണ്ടില്ലല്ലോ ഇത്ര പേടി? അവൻ അവളുടെ കണ്ണട എടുത്തുകൊണ്ട് ചോദിച്ചു. എന്നിട്ട് അവൻ അതൊന്ന് ഇട്ട് നോക്കി. നല്ല പവറുണ്ടല്ലോ. അവൻ ഊരി തുടച്ചുകൊണ്ട് അവൾക്ക് തന്നെ ഇട്ടുകൊടുത്തു. ഇന്നലെ എന്നോട് ഇങ്ങോട്ട് ചെയ്തപ്പോൾ അപ്പോഴത്തെ ഒരു ഫീലിൽ പറ്റിപ്പോയതാണ്, റോസ് പറഞ്ഞു. എനിക്കെന്തായാലും അബദ്ധം പറ്റിയതല്ല. എന്നെക്കാൾ മൂത്ത പെണ്ണാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെ ഇഷ്ടപ്പെട്ടതും ഉമ്മ വെച്ചതും എനിക്കൊരു കുറ്റബോധവുമില്ല. പിന്നെ നീ കരുതുന്ന പോലെ 3 വയസ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. അടുത്ത മാസം എനിക്ക് 20 ആവും. ഏകദേശം ഒരു 2.5 വയസ്സ് വ്യത്യാസം. അതത്ര പ്രശ്നമില്ല. നമ്മൾ തമ്മിൽ നിന്നാൽ നീ എൻ്റെ അനിയത്തി എന്നേ രൂപം കൊണ്ട് ആരും പറയുള്ളൂ. പിന്നെ മറ്റുള്ളവർക്ക് പറയാൻ ഒരവസരം ഉണ്ടാക്കാൻ നീയായിട്ട് ഇത് ആരോടും പറയണ്ട. പിന്നെ എൻ്റെ റോസേ, ഇതിപ്പോൾ 2015 അല്ലേ? ഇപ്പോൾ നാളെയൊന്നും അല്ലല്ലോ ഞാനും നീ കല്യാണം കഴിക്കാൻ പോകുന്നത്. എൻ്റെ പഠിത്തം കഴിഞ്ഞ് ജോലിയായി എല്ലാം ഒന്ന് സെറ്റിലാവാൻ മിനിമം ഒരു 5-6 കൊല്ലം എടുക്കും. അപ്പോഴേക്കും ലോകം മാറും, കാഴ്ചപ്പാട് മാറും. നീ അതുവരെ ഒന്ന് കാത്തിരുന്നാൽ മതി. പറ്റുമോ എൻ്റെ പക്രുവിന്? അവൻ പ്രണയത്തോടെ ചോദിച്ചതും അവൾക്ക് മറ്റൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അവളെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ തലയാട്ടി. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഐ ലവ് യു റോസ്, എൻ്റെ ഫസ്റ്റ് ലവ് ആണ് നീ, അവൻ ചെറിയ നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അപ്പോൾ എൻ്റെയോ? ഞാനും ആദ്യമായിട്ടാ. പള്ളിയിലൊക്കെ എത്ര നല്ല അച്ചായന്മാരുണ്ടായിരുന്നു. എനിക്ക് ഒന്നിനെയും പിടിച്ചില്ല, അവൾ കാര്യമായി പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിൽ നുള്ളിക്കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ പിടിച്ചു. അവസാനം കിട്ടിയത് ഈ മാപ്പിള ചെറുക്കനെ, അവൻ കളിയായി പറഞ്ഞതും അവളവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഒപ്പം അവനും പരസ്പരം വിലക്കോർത്ത് ഒരു പുതിയ ഭാവി സ്വപ്നം കണ്ട് അവർ ഇരുന്നു. അവർക്കുള്ള വിധി അറിയാതെ